ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 5ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യം 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളെ കുറിച്ച് നോക്കാം. 2025 പ്രഖ്യാപിച്ചത് 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ്. 2025 പ്രഖ്യാപിച്ച 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രമാണ്. ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രം. ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് ബ്രാഡി കോർബറ്റ് ആണ്. 2025 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രമാണ്. ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് ബ്രാഡി കോർബറ്റ് ആണ്. 2025 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം എമിലിയ പെരസ് എന്ന ചിത്രമാണ്. 2025 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് എമിലിയ പെരസ് എന്ന ചിത്രം. എമിലിയ പെരസ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് ജാക്ക് ഓഡിയാർഡ് ആണ്. ജാക്ക് ഓഡിയാർഡ് ആണ് എമിലിയ പെരസ് എന്ന ചിത്രം സംവിധാനം ചെയ്തത്. മികച്ച നോൺ ഇംഗ്ലീഷ് ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രവും എമിലിയ പെരസ് എന്ന ചിത്രം തന്നെയാണ്. 2025 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ചിത്രം മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച ചിത്രം എമിലിയ പെരസ് എന്ന ചിത്രമാണ്. ചിത്രം സംവിധാനം ചെയ്തത് ജാക്ക് ഓഡിയാർഡ് ആണ്. ഇതൊരു സ്പാനിഷ് ചിത്രമാണ്. മികച്ച നോൺ ഇംഗ്ലീഷ് ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതും എമിലിയ പെരസ് എന്ന ചിത്രം തന്നെയാണ്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്രിയാൻ ബ്രോഡിയാണ്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്രിയാൻ ബ്രോഡിയാണ്. ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സെബാസ്റ്റ്യൻ സ്റ്റാൻ ആണ്. ചിത്രം എ ഡിഫറന്റ് മാൻ. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സെബാസ്റ്റ്യൻ സ്റ്റാൻ ആണ്. ചിത്രം എ ഡിഫറന്റ് മാൻ. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെർണാണ്ട ടോറസ് ആണ്. ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടി ഫെർണാണ്ട ടോറസ് ആണ്. ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡെമി മൂർ ആണ്. ചിത്രം ദി സബ്സ്റ്റൻസ്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച നടി ഡെമി മൂർ ആണ്. ചിത്രം ദി സബ്സ്റ്റൻസ്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രാഡി കോർബറ്റ് ആണ്. ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രാഡി കോർബറ്റ് ആണ്. ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് പീറ്റർ സ്ട്രോഗൻ ആണ്. ചിത്രം കോൺക്ലേവ്. മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് പീറ്റർ സ്ട്രോഗൻ ആണ്. ചിത്രം കോൺക്ലേവ്. മികച്ച ആനിമേഷൻ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്ലോ എന്ന ചിത്രമാണ്. മികച്ച ആനിമേഷൻ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്ലോ. 2025 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ ഡ്രാമ വിഭാഗത്തിലെ ഏറ്റവും മികച്ച ചിത്രമാണ് ദി ബ്രൂട്ടലിസ്റ്റ്. ചിത്രം സംവിധാനം ചെയ്തത് ബ്രാഡി കോർബറ്റ് ആണ്. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച ചിത്രം എമിലിയ പെരസ് എന്ന ചിത്രമാണ്. സംവിധാനം ചെയ്തത് ജാക്ക് ഓഡിയാർഡ് ആണ്. മികച്ച നോൺ ഇംഗ്ലീഷ് ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതും എമിലിയ പെരസ് എന്ന ചിത്രമാണ്. അതൊരു സ്പാനിഷ് ചിത്രമാണ്. ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്രിയാൻ ബ്രോഡിയാണ്. ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. ഡ്രാമ വിഭാഗത്തിൽ മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി. ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്.
മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച നടനാണ് സെബാസ്റ്റ്യൻ സ്റ്റാൻ, ചിത്രം എ ഡിഫറന്റ് മാൻ. ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെർണാണ്ട ടോറസ് ആണ്, ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡെമി മൂർ ആണ്, ചിത്രം ദി സബ്സ്റ്റൻസ്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രാഡി കോർബറ്റ് ആണ്, ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് പീറ്റർ സ്ട്രോഗൻ ആണ്, ചിത്രം കോൺക്ലേവ്. മികച്ച ആനിമേഷൻ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്ലോ എന്ന ചിത്രവുമാണ്. 2024 ജനുവരിയിൽ ശക്തമായ ഭൂചലനമുണ്ടായ നേപ്പാൾ ടിബറ്റ് അതിർത്തി പ്രദേശമാണ് സിഗാസെ. 2024 ജനുവരിയിൽ ശക്തമായ ഭൂചലനമുണ്ടായ നേപ്പാൾ ടിബറ്റ് അതിർത്തി പ്രദേശമാണ് സിഗാസെ. ബ്രിക്സിൽ അംഗമായ 10ാമത്തെ രാജ്യം ഇന്തോനേഷ്യയാണ്. ബ്രിക്സിൽ അംഗമായ 10ാമത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ. 2006 ബ്രിക്സ് നിലവിൽ വന്നത്. നിലവിൽ വന്നപ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നിവ ചേർന്ന് ബ്രിക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ദക്ഷിണാഫ്രിക്ക കൂടി അംഗമായതിനു ശേഷമാണ് ബ്രിക്സായി മാറിയത്. ബ്രിക്സിലെ സ്ഥാപക രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവരാണ്. ബ്രിക്സ് കൂട്ടായ്മയിലെ സ്ഥാപക രാജ്യങ്ങൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവരാണ്. ബ്രിക്സിൽ അംഗമായ 10ാമത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. നിലവിലെ ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗരാജ്യങ്ങൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇന്തോനേഷ്യ എന്നിവരാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE, ഇന്തോനേഷ്യ എന്നിവരാണ് ബ്രിക്സിലെ നിലവിലെ അംഗരാജ്യങ്ങൾ. ബ്രിക്സിൽ അംഗമായ 10ാമത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ. അടുത്തിടെ അന്താരാഷ്ട്ര ഹിമാനി ദിനമായി UN ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് മാർച്ച് 21. അന്താരാഷ്ട്ര ഹിമാനി ദിനമായി UN ആചരിക്കാൻ തീരുമാനിച്ചത് മാർച്ച് 21. ഹൊറബാഗ്രസ് ഒബസ്ക്യൂറസ് ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പുതിയ ഇനം മഞ്ഞക്കൂരിയെ ഏതു നദിയിൽ നിന്നാണ് കണ്ടെത്തിയത്? ചാലക്കുടി പുഴയിൽ നിന്നും. ഹൊറബാഗ്രസ് ഒബസ്ക്യൂറസ് ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പുതിയ ഇനം മഞ്ഞക്കൂരിയെ കണ്ടെത്തിയത് ചാലക്കുടി പുഴയിൽ നിന്നുമാണ്. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ഡീപ് ഫേക്ക് ഡിറ്റക്ടർ അവതരിപ്പിച്ചത് മക്കാഫിയാണ്. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ഡീപ് ഫേക്ക് ഡിറ്റക്ടർ അവതരിപ്പിച്ചത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സുരക്ഷാ കമ്പനിയായ മക്കാഫിയാണ്. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ഡീപ് ഫേക്ക് ഡിറ്റക്ടർ അവതരിപ്പിച്ചത് മക്കാഫി. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സ്വകാര്യ മേഖലയുമായി ചേർന്ന് സ്ഥാപിക്കുന്ന 220 മെഗാവാട്ടിന് താഴെ ശേഷിയുള്ള ആണവ റിയാക്ടറാണ് ഭാരത് സ്മോൾ റിയാക്ടർ. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സ്വകാര്യ മേഖലയുമായി ചേർന്ന് സ്ഥാപിക്കുന്ന 220 മെഗാവാട്ടിന് താഴെ ശേഷിയുള്ള ആണവ റിയാക്ടറാണ് ഭാരത് സ്മോൾ റിയാക്ടർ. ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കിയ തിരുവല്ല സ്വദേശിനിയാണ് സീന സാറ മജ്നു. ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കിയ തിരുവല്ല സ്വദേശിനിയാണ് സീന സാറ മജ്നു. 17ാമത് ബഷീർ സ്മാരക പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് നൽകുന്ന 17ാമത് ബഷീർ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന് പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് കവിത മാംസഭോജിയാണ്. 17ാമത് ബഷീർ സ്മാരക പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതി കവിത മാംസഭോജിയാണ്. ഈയിടെ അന്തരിച്ച ലോകമുത്തശ്ശി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടൊമീക്കോ ഇറ്റുക്ക. ഈയിടെ അന്തരിച്ച
ലോകമുത്തശ്ശി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടൊമിക്കോ ഇറ്റുക്ക. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ ജാപ്പനീസ് വനിതയാണ് ടോമിക്ക ഇറ്റൂക്ക. ഈയിടെ അന്തരിച്ച ലോക മുത്തശ്ശി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടോമിക്കോ ഇറ്റുക്ക. തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് നാഡീതരംഗിണി. തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് നാഡീതരംഗിണി. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഉപകരണം നിർമ്മിക്കുന്നത് ആത്രേയ ഇന്നോവേഷൻസ് ആണ്. ഉപകരണം കണ്ടുപിടിച്ചത് ഡോക്ടർ അനിരുദ്ധ ജോഷിയും പ്രൊഫസർ JB ജോഷിയുമാണ്. തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് നാഡീതരംഗിണി. എല്ലാ വർഷവും ലോക ഹിന്ദി ദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? ജനുവരി 10. എല്ലാ വർഷവും ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത് ജനുവരി 10. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മൃഗാവകാശ സംഘടനയായ പീപ്പിൾ ഫോർ ആനിമൽസ് മേനകാ ഗാന്ധിക്കൊപ്പം സ്ഥാപിച്ച വ്യക്തിയാണ് പ്രീതിഷ് നന്ദി. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മൃഗാവകാശ സംഘടനയായ പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന സംഘടന മേനകാ ഗാന്ധിക്കൊപ്പം സ്ഥാപിച്ച വ്യക്തിയാണ് പ്രീതിഷ് നന്ദി. കേരള തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനാണ് B. അശോക് IAS. കേരള തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനാണ് B. അശോക് IAS. യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച എഞ്ചിനാണ് കാവേരി എഞ്ചിൻ. യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച എഞ്ചിനാണ് കാവേരി എഞ്ചിൻ. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് 2025 അർഹനായത് ജഗതി ശ്രീകുമാർ ആണ്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് 2025 അർഹനായത് ജഗതി ശ്രീകുമാർ. ഇന്ത്യൻ അത്ലറ്റ്സ് കമ്മീഷന്റെ പുതിയ അധ്യക്ഷ അഞ്ജു ബോബി ജോർജ് ആണ്. മുൻ ലോങ് ജംപ് താരം അഞ്ജു ബോബി ജോർജ് ആണ് ഇന്ത്യൻ അത്ലറ്റ്സ് കമ്മീഷന്റെ പുതിയ അധ്യക്ഷ. ഇന്ത്യൻ അത്ലറ്റ് കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 9 ആണ്. ഇന്ത്യൻ അത്ലറ്റ്സ് കമ്മീഷന്റെ പുതിയ അധ്യക്ഷയാണ് അഞ്ജു ബോബി ജോർജ്. കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 9 ആണ്. കമ്മീഷനിലെ മറ്റ് അംഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള മലയാളിയാണ് MD വത്സമ്മ. മുൻ ഹർഡിൽസ് താരമായ MD വത്സമ്മ ഇന്ത്യൻ അത്ലറ്റ്സ് കമ്മീഷനിലെ ഒരു അംഗമാണ്. 2024-25 സീസണിലെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് കിരീടം നേടിയത് കേരളമാണ്. 2024-25 സീസണിലെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് കിരീടം നേടിയത് കേരളമാണ്. 2ാം സ്ഥാനത്തെത്തിയത് മഹാരാഷ്ട്രയാണ്. 2023-24 സീസണിലും ജേതാക്കളായത് കേരളം തന്നെയാണ്. 2024-25 സീസണിലെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് കിരീടം നേടിയത് കേരളമാണ്. 2023-24 സീസണിലെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് കിരീടം നേടിയതും കേരളം തന്നെയാണ്. അടുത്തിടെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയ ജരാവ ഗോത്ര വിഭാഗം എവിടെയുള്ളവരാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ. അടുത്തിടെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയ ജരാവ ഗോത്ര വിഭാഗം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്ന് ഉള്ളവരാണ്. ലെബനന്റെ പ്രസിഡന്റ് ആണ് ജോസഫ് ഔൺ. ലെബനന്റെ പ്രസിഡന്റായി നിയമിതനായത് ജോസഫ് ഔൺ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് സിക്കിമിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് സിക്കിമിൽ. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ കീഴിലുള്ള ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ പുഡിമടക എന്ന സ്ഥലത്താണ്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ കീഴിലുള്ള ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ പുഡിമടക എന്ന സ്ഥലത്താണ്. അടുത്തിടെ അന്തരിച്ച കേരളത്തിന്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് P. ജയചന്ദ്രൻ.
2025 ജനുവരി 9 അന്തരിച്ച കേരളത്തിന്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പി ജയചന്ദ്രൻ. പി ജയചന്ദ്രന്റെ പൂർണ്ണനാമം പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ എന്നാണ്. പി ജയചന്ദ്രന്റെ പൂർണ്ണനാമം പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ എന്നാണ്. അദ്ദേഹം ആദ്യമായി ആലപിച്ച സിനിമാ ഗാനം കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രത്തിലെ മുല്ലപ്പൂ മാലയുമായി എന്ന ചിത്രമാണ്. പി ജയചന്ദ്രൻ ആദ്യമായി ആലപിച്ച സിനിമാ ഗാനം കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രത്തിലെ മുല്ലപ്പൂ മാലയുമായി എന്ന ഗാനമാണ്. ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ഗാനാലാപനത്തിനാണ് അദ്ദേഹത്തിന് ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. 1986 പി ജയചന്ദ്രന് മികച്ച ഗാനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. ദേശീയ പുരസ്കാരത്തിന് അദ്ദേഹത്തിനെ അർഹമാക്കിയ ചിത്രം ശ്രീനാരായണ ഗുരു എന്ന ചിത്രമാണ്. 1986 ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ഗാനാലാപനത്തിനാണ് ദേശീയ പുരസ്കാരം പി ജയചന്ദ്രന് ലഭിക്കുന്നത്. 1972, 1978, 1999, 2004, 2015 എന്നിങ്ങനെ 5 വർഷങ്ങളിൽ അദ്ദേഹത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1972, 1978, 1999, 2004, 2015 എന്നീ വർഷങ്ങളിൽ പി ജയചന്ദ്രന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരത്തിന് പി ജയചന്ദ്രൻ അർഹനായത് 1997 തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരം പി ജയചന്ദ്രന് ലഭിച്ചത് 1997 ഹരിവരാസന പുരസ്കാരം പി ജയചന്ദ്രന് ലഭിച്ചത് 2014 ഹരിവരാസനം പുരസ്കാരം പി ജയചന്ദ്രന് ലഭിച്ച വർഷം 2014 സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരത്തിന് പി ജയചന്ദ്രൻ അർഹനായത് 2020 പി ജയചന്ദ്രന് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് 2020 2025 ജനുവരി 9 അന്തരിച്ച കേരളത്തിന്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പി ജയചന്ദ്രൻ. പി ജയചന്ദ്രന്റെ പൂർണ്ണനാമം പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ എന്നാണ്. പി ജയചന്ദ്രന്റെ പൂർണ്ണനാമം പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗാനം കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രത്തിലെ മുല്ലപ്പൂ മാലയുമായി എന്ന ഗാനമാണ്. പി ജയചന്ദ്രന് ദേശീയ പുരസ്കാരം ലഭിച്ചത് 1986 ദേശീയ പുരസ്കാരത്തിന് അദ്ദേഹത്തിന് അർഹമാക്കിയ ഗാനം ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ഗാനമാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ച വർഷങ്ങൾ 1972, 1978, 1999, 2004, 2015 എന്നീ വർഷങ്ങളാണ്. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരം പി ജയചന്ദ്രന് ലഭിച്ചത് 1997 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് 2014 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് 2020 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് ബേപ്പൂരാണ്. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് ബേപ്പൂരാണ്. 2025 ബോർഡർ ഗവാസ്കർ ട്രോഫി ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. 2025 ബോർഡർ ഗവാസ്കർ ട്രോഫി ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്നത്. 2025 ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് അർഹരായത് ഓസ്ട്രേലിയയാണ്.